ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് സേമിയ ബിരിയാണിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണത്. അപ്പോൾ നിങ്ങളിതൊന്നും സ്കിപ്പ് ചെയ്യാതെ തന്നെ എൻ്റെ വീഡിയോ ഫുള്ളായി കാണണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ ഡബിൾ ഹോസിൻ്റെ സേമിയാണ് എടുത്തിരിക്കുന്നത്. 350 ഗ്രാമിൻ്റെ സേമിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വറുത്ത സേമിയ ആണെങ്കിലും കുഴപ്പമില്ല. എൻ്റെ ഇത് റോസ്റ്റഡ് അല്ലാത്തത് കൊണ്ട് ഞാനിതിലൊരു ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് പതുക്കെ അതൊന്ന് റോസ്റ്റ് ചെയ്തതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ തന്നെ നല്ലോണം മാറി നല്ലോണം തന്നെ റോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് മസാലയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിനായിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 2 വലിയ സവോള കൊത്തി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ കുറച്ച് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ബാക്കിയെല്ലാം ഒരു കുറച്ചെന്ന് വെച്ചാൽ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ സവോള മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം തന്നെ ഇതിലേക്ക് ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് നമുക്കിത് ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ സവോള വഴന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ നല്ല കളറായി ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് മൂന്നും കൂടെ ചേർത്ത് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തത് 1.25 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക. കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. 1.25 അളവിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം തന്നെ ഒന്നത് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് അതുപോലെ തന്നെ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു 2 തക്കാളിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് മല്ലിയിലയും കുറച്ച് പുതിനയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായി തന്നെ വഴറ്റിയെടുക്കാം. നമുക്കൊന്ന് ജസ്റ്റ് മൂടി വയ്ക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ തക്കാളിയും എല്ലാം നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്കിങ്ങനെ ചെയ്യാം കേട്ടോ. ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കാനുള്ളത് മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ചിക്കൻ ഫ്രൈ ചെയ്ത് ചിക്കൻ വളരെ കുറച്ച് ഒരു 6-7 പീസ് ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്തിട്ട് അത് നല്ലോണം അതിനെ പീസാക്കിയതിന് ശേഷം ഞാൻ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. നമ്മുടെ ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മൂടി വെക്കാം. ഇനി അടുത്തതായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് വേണ്ട, ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മതിയാവും. അതും കൂടെ ചേർത്ത് നമ്മൾ നേരത്തെ സവോള കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു 2 ടേബിൾ സ്പൂൺ അളവിൽ. ആ സവോള കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അടുത്തതായിട്ട് ചേർക്കാനുള്ളത് വെള്ളമാണ്. അതായത് നമ്മൾ ഒരു കപ്പ് സേമിയയ്ക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള അളവിൽ കൃത്യമായിട്ട് നമ്മൾ എടുക്കണം. അതിന് കൂടുക കുറയോ ഒന്നും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്ത് നല്ലോണം വെള്ളം തിളച്ച് വന്നതിന് ശേഷം നമ്മുടെ സേമിയ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സേമിയ ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മുടെ സേമിയ വെന്ത് കിട്ടും. അതുപോലെ വെള്ളവും നല്ലോണം പെട്ടെന്ന് തന്നെ വറ്റി വരും. കാരണം നമ്മൾ ഈ അളവ് വെള്ളം കൃത്യമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാം സെറ്റാവും, വേവുകയും ചെയ്യും. അതൊന്ന് കൂടുമ്പോഴാണ് അതൊരു കുഴഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ടാവുക. അത് വെള്ളം എല്ലാം ഏറെക്കുറെ കുറഞ്ഞു വന്നിട്ടുണ്ട്. ഒന്നും കൂടെ നമുക്ക് മൂടി വെക്കാം. ഇപ്പോൾ നമ്മുടെ സേമിയ എല്ലാം നല്ലോണം തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഒരു 2 സെക്കൻഡും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നല്ലോണം വെള്ളമെല്ലാം വറ്റി സേമിയ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മസാലക്കൂട്ടുണ്ടല്ലോ,
മസാലക്കൂട്ടും കൂടെ നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മസാലക്കൂട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയും കൂടെ നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഇത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും തന്നെ മതിയാവും. നമ്മുടെ സേമിയ ബിരിയാണി റെഡിയായി വരും കേട്ടോ. ഞാൻ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് കുത്തി ഇളക്കേണ്ട ആവശ്യമില്ല. കുത്തി ഇളക്കിയാൽ അത് കുഴഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ഇവിടെ സേമിയ ബിരിയാണി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു ഇൻട്രസ്റ്റിംഗ് റെസിപ്പിയിൽ കാണുന്നത് വരേക്കും ബൈ.